തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നഗരസഭയിൽ ഈ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി CPM ഏരിയ കമ്മിറ്റി അംഗവും വിജയിച്ച സ്ഥാനാർത്ഥിയുമായ സി ഇബ്രാഹിംകുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയപ്രതീക്ഷയായിരുന്നു നമ്മുടെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം ടീം പോസിറ്റീവ് എന്ന രൂപത്തിലേക്ക് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ നമുക്കറിയാം, പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമുക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ചില സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടത് 2 വോട്ടുകൾക്ക് 2 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, 24 വോട്ടിന് 1 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, 100-ൽ താഴെ വോട്ടുകൾക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ട ചില ഡിവിഷനുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പൊതുവെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഇടതുപക്ഷത്തിന് പുറകോട്ടടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തിരൂരങ്ങാടി സീറ്റ് നിലനിർത്താനും മറ്റുള്ള ഈ ഡിവിഷൻ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റുള്ള വാർഡുകൾ ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മുന്നേറ്റമുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. അത് തിരൂരങ്ങാടിയിൽ ജനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു മാൻഡേറ്റാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജനങ്ങൾ നമ്മളുടെ വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലുണ്ട്. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴും കുടിവെള്ള പ്രശ്നം തീർക്കാൻ പറ്റാത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ നടന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് കുടിവെള്ള പ്രശ്നം, ചില സ്ഥലങ്ങളിൽ വെള്ളമുണ്ട്, പക്ഷെ അത് കുടിവെള്ളമല്ല, ശുദ്ധജല വെള്ളമല്ല. അപ്പോൾ അവർ കാലങ്ങളായിക്കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ചില റോഡുകൾ കാലങ്ങളായി, ഉദാഹരണത്തിന് 1-ാം ഡിവിഷനിലുള്ള റോഡ്, 1ഉം 2ഉം ഡിവിഷൻ ഭാഗം വെക്കുന്ന റോഡ് കനാൽ റോഡ് എന്ന് പറയും. ആ റോഡ് ഞാൻ അവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം 18 വർഷമായി ഞാൻ 1-ാം ഡിവിഷനിൽ താമസം തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും എന്തില്ല, ആ റോഡ് ഇപ്പോഴും പൂർത്തീകരിച്ചില്ല. ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നിരവധി പ്രദേശങ്ങളിൽ ഇപ്പോഴും വേണ്ട രൂപത്തിലേക്ക് ഗതാഗത സൗകര്യമില്ലാത്ത ഒരുപാട് പ്രശ്നമുണ്ട്. വേറെ മറ്റൊരു പ്രശ്നം, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നം തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. എന്നപോലെ തന്നെ കാർഷിക രംഗത്ത് വേണ്ട രൂപത്തിൽ ഒരുപാട് പുതിയ ടെക്നോളജികൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, നിരവധി സ്ഥലങ്ങളുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കാർഷിക രംഗത്ത് നമ്മുടെ തിരൂരങ്ങാടിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്നപോലെ തന്നെ നമ്മളൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. നമ്മുടെ തിരൂരങ്ങാടി നമ്മുടെ മുനിസിപ്പൽ ആക്റ്റിൽ പ്രത്യേകിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, ഉദ്യാനങ്ങൾ, അടുക്കളത്തോട്ടം, പച്ചക്കറി തോട്ടങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്നപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആക്റ്റിൽ പറയുന്നൊരു കാര്യമാണ് മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഓരോ ഡിവിഷനുകളും നടത്താമെന്നുള്ളത്. കലാകായിക പരിപാടികൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ നിലവിലുള്ള ആളുകളുടെ ഡാറ്റ നമ്മൾ എടുക്കണം. ഓരോ ഡിവിഷനിലും ഡാറ്റ എടുത്തുകൊണ്ട് ആ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ആളുകളുടെ ആവശ്യങ്ങൾ എന്താണ്, ആ ആവശ്യങ്ങൾ എങ്ങനെ നമുക്ക് നിറവേറ്റാൻ സാധിക്കും, ഇപ്പോൾ വിഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ എങ്ങനെ സാധിക്കും, അങ്ങനെ ഒരു കൂട്ടായ ചർച്ച വെച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു വികസന പ്രക്രിയ. അതിൽ നമ്മൾ ഡിവിഷനിൽ കാണേണ്ടത് ചെറിയ കുട്ടികളെ കാണണം, വിദ്യാർത്ഥികളെ കാണണം, യുവാക്കളെ കാണണം, യുവതികളെ കാണണം, പ്രായമായവരെ കാണണം. അതേപോലെ തന്നെ വളരെ ദരിദ്രമായി കിടക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് അവരെ നമ്മൾ കാണണം. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും കണ്ടുകൊണ്ട് സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു മാതൃക മുനിസിപ്പാലിറ്റിയെ കൊണ്ട് നമ്മുടെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയെ മാറ്റാൻ കഴിയും. നമ്മൾ പൊതുവെ എന്താണ്, ഒരു റോഡ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വികസന പരിപാടി. ഇതിന് ചെലവിനനുസരിച്ച് വിഭവങ്ങൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും, ആ വിഭവങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി കൂട്ടമായ ശ്രമം നടത്തി നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മാതൃകാപരമായ മുനിസിപ്പാലിറ്റി ആക്കി എടുക്കുന്നതിന് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിക്കൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് നമ്മൾ ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യ കൗൺസിൽ യോഗം ഔപചാരികമായി കൊണ്ട് കഴിഞ്ഞ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടും വേണം. കാരണം എന്താ വെച്ചാൽ ജനങ്ങളുടെ പ്രതീക്ഷ, ജനങ്ങൾ വലിയൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിൽ അർപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്, ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം. ആ പ്രതിപക്ഷമാകുമ്പോൾ തന്നെ
ഇവിടുത്തെ എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഇത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്കൊരു മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു അമിതമായ വിശ്വാസം നമുക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിമിതികളുണ്ട്, അവരുടെ ഫണ്ട് ലഭ്യത ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഉള്ള വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും മുനിസിപ്പാലിറ്റിക്ക് സാധിക്കാറില്ല. അതാണ് നമ്മളവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഉള്ള വിഭവങ്ങളെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അത് ആർക്കൊക്കെ കിട്ടണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു രൂപ അത് അർഹതപ്പെട്ടവൻ്റെ കൈകളിലേക്ക് എത്തണം എന്നുള്ളതാണ്. അർഹതപ്പെട്ടവൻക്ക് അതിൻ്റെ ഗുണം കിട്ടണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു സങ്കല്പം, ഇടതുപക്ഷത്തിൻ്റെ സങ്കല്പം അതാണ്. അത് എല്ലാം കൂടെ പോയിട്ട് നമ്മളൊരു മനുഷ്യർക്ക് മന്ദരോഗം വന്ന പോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തടിച്ചു കൊഴുക്കുന്ന രൂപത്തിലേക്കല്ല. ഒരു സമഗ്ര വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയും താഴെത്തട്ടിൽ കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രൂപത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട രൂപ നിർദ്ദേശം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം നടത്തേണ്ടത്. അതൊരു പ്രാദേശിക ഭരണകൂടം എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെയാണ് ഒരു പ്രതിപക്ഷം എന്നുള്ള രൂപത്തിലേക്ക് ഏറ്റവും നല്ല ക്രിയാത്മക പ്രതിപക്ഷമായിക്കൊണ്ടായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ല അതിൻ്റെ വിഭവങ്ങൾ കണ്ടെത്തുന്നത്. പക്ഷേ മുനിസിപ്പാലിറ്റിക്ക് അത് മുൻകൈ എടുക്കാൻ കഴിയും, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കാൻ കഴിയും. എന്നപോലെ താലൂക്ക് ആശുപത്രി ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താലൂക്ക് ആശുപത്രി ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മനുഷ്യന് അതിന് ഈ ഗവൺമെൻറ് നൽകുന്ന, ഇടതുപക്ഷ ഗവൺമെൻറ് ഈ മുനിസിപ്പാലിറ്റിക്ക് നൽകുന്ന പിന്തുണ പോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റി എല്ലാ വിഭാഗം, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, അതെല്ലാം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളതാണ്. ആ പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് താഴെത്തട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങളാണ് അതെല്ലാം. അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ടത്. അങ്ങനെ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം. അതല്ലാതെ ഈ ഗവൺമെൻറ് ആശുപത്രി നമ്മൾ ശോച്യാവസ്ഥയിലേക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ട് ആളുകൾ മറ്റുള്ള ഹോസ്പിറ്റലുകൾ ആശ്രയിക്കേണ്ടി വരും. അത് ഈ പറഞ്ഞ വിഭാഗത്തിന് അപ്രാപ്യമായ ഒന്നായി മാറും. അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. അങ്ങനെ സമഗ്രമായിക്കൊണ്ട് നമ്മുടെ ഒരു സാമൂഹ്യ വികാസത്തിൽ അത് വലിയ വിഘാതം സൃഷ്ടിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനൊക്കെ ഒരു ശക്തമായ ഇടപെടൽ എന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. കാഴ്ചപ്പാടുകളുണ്ട്. അത് ഞങ്ങൾ കൂട്ടമായി LDF എന്നുള്ള രൂപത്തിൽ കൂട്ടമായി നിന്നുകൊണ്ട് ഞങ്ങൾ ചില ധാരണകളൊക്കെ എത്തിയിട്ടുണ്ട്. ആ ധാരണകൾ പ്രകാരം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില പ്രദേശത്ത് അതൊരു ഐക്കൺ ഡിവിഷനുകളായിക്കൊണ്ട് ചിലതൊക്കെ മാറ്റും. അത് ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ഭരണസമിതിയോട് സഹകരിക്കുന്നത് പോലെ തന്നെ തിരിച്ചും അവർ എന്ത് ചെയ്യാൻ കഴിയില്ല, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷ വാർഡുകളോട് ചില ചിറ്റമ്മ നയം സ്വീകരിച്ച ചില നിലപാടുകൾ കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ട് അതുണ്ടാവരുത് എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും തുല്യരായിക്കൊണ്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുനിസിപ്പൽ കൗൺസിലർമാർ എന്നുള്ളത് ഒറ്റക്കെട്ടായിക്കൊണ്ടാണ്, ആ ഒറ്റക്കെട്ടായിക്കൊണ്ട് നീങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മറിച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ജനങ്ങളെ അണിനിരത്തി അതിനെതിരെ ശക്തമായി ജനകീയമായിക്കൊണ്ട് പ്രതികരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ടീം പോസിറ്റീവ് എന്ന പേരിലാണ് LDF മത്സരിച്ചത്. കൂടുതൽ വോട്ടുകൾ നേടാൻ ഇത്തവണ കഴിഞ്ഞു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു ജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ദാറുൽ ഹുദാക്കെതിരെ സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് LDFനെതിരെ വലിയ തോതിൽ പ്രചാരണം നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഏറ്റില്ല. സമരത്തിന് നേതൃത്വം കൊടുത്തയാൾ എന്ന നിലയിൽ എനിക്കെതിരെ വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ഞാൻ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചു വാർഡ് പിടിച്ചെടുത്തു. ദാറുൽ ഹുദ നിലനിൽക്കുന്ന 8ാം വാർഡിലും വിജയിക്കാൻ കഴിഞ്ഞതായും ഇബ്രാഹിം കുട്ടി പറഞ്ഞു. ദാറുൽ ഹുദ പ്രശ്നം തീരെ അത് ബാധിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഒന്ന് എൻ്റെ ജയം. 102 വോട്ടിൻ്റെ ഭൂരിപക്ഷത്താണ് ജയിച്ചത്. എന്നെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ്, മതപരമായ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. എന്നപോലെ തന്നെ പണത്തിൻ്റെതായ ചില ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ അരിവാൾ ചുറ്റി നക്ഷത്രം മലയാളത്തിലാണ് മത്സരിക്കുന്നത് എന്നുള്ളതുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വലിയ രൂപത്തിലേക്ക് പരാജയപ്പെടുത്താൻ വേണ്ടി നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അവർ വലിയ മർമറി വർക്ക് നടത്തിയിട്ടുണ്ട്. ദാറുൽ ഹുദ പൊളിക്കാൻ പോയാളും. പക്ഷേ നമ്മൾ ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത, ദാറുൽ ഹുദ സ്ഥിതി ചെയ്യുന്ന 8ാം ഡിവിഷനും ദാറുൽ ഹുദ സമരത്തിന് നേതൃത്വം നൽകിയ ഞാനും ഉൾപ്പെടെ ജയിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാ പിറകോട്ടടിയുടെ ഇടയിലും നമുക്ക് പിടിച്ചു നിൽക്കാനും നമുക്കത് വലിയ ആവേശം നൽകുന്ന ഒരു അനുഭവമാണ്. കാരണം ദാറുൽ ഹുദയിൽ നമ്മൾ ഉയർത്തിയ പ്രശ്നം ദാറുൽ ഹുദക്കെതിരെയുള്ള പ്രശ്നമല്ല. ദാറുൽ ഹുദ ആ പ്രദേശത്തെ ജനങ്ങൾക്ക്
നൽകേണ്ടതായ സൗകര്യങ്ങളും ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് അവിടെ മലിനജല പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണ്. ദാറുൽ ഹുദ എന്നുള്ളൊരു മതവിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ നമുക്ക് ആ സ്ഥാപനത്തിനോട് വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഒരു വിരോധമില്ല. പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്ത അല്ലെങ്കിൽ അവരുടെ സ്ഥിരമായി നടക്കുന്ന ഒരു പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം മനുഷ്യൻ്റെ പ്രശ്നമാണ്, അടിസ്ഥാന പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം മലിനമാവുന്നതിനെതിരെയുള്ള പ്രതികരണമാണ് ദാറുൽ ഹുദ. അത് ഒരു നിലക്കും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഏശിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 4 സീറ്റ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ചും കൂടെ നല്ല കേഡർമാർ, അതേപോലെ തന്നെ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ഒരു സീറ്റും കിട്ടി എന്നുള്ളതും അതിന് നേതൃത്വം കൊടുത്തു എന്നവർ പ്രചരിപ്പിക്കുന്ന ആളടക്കം ജയിച്ചു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിലക്കും ഈ തിരൂരങ്ങാടിയിൽ ഏശിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജയങ്ങളൊക്കെ. നഗരസഭയിലെ വികസനത്തിന് ഭരണസമിതിക്ക് പിന്തുണ നൽകും. ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും. മുൻ ഭരണസമിതിയുടെ കാലത്ത് നടത്തിയ അഴിമതിക്കെതിരെ വിജിലൻസിൽ നൽകിയ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇബ്രാഹിംകുട്ടി തിരൂരങ്ങാടി ടുഡേയോട് സംസാരിക്കുന്നു. നേരത്തെ ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ചില അഴിമതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിജിലൻസിലേക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി 11/11/2025 പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി പ്രകാരം നമ്മൾ അതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് ഉടനെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കാലങ്ങളായിട്ട് തെരുവിളക്ക് സ്ഥാപിക്കുന്നതിലും അതേപോലെ തന്നെ ആശുപത്രി ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടും മറ്റുള്ള ചില അഴിമതികൾ നമുക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതിന് വിജിലൻസിലേക്ക് വേണ്ടി ഡയറക്ടർ ഓഫ് വിജിലൻസ് ഓഫ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മളതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള രൂപത്തിലേക്ക് ഫോളോ അപ്പ് വർക്ക് നമ്മൾ തുടർന്ന് അതിനുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉണ്ടാവും. കാരണം അത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണം അത് ആ രൂപത്തിലേക്ക് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ദൗത്യം എന്താ, അത് വേണ്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള തുടർ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇക്കാലം വരെയുള്ളതിൽ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷ പ്രതിഷേധങ്ങളോ മറ്റും ഉണ്ടായിരുന്നില്ല പല വിഷയങ്ങളും. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ, താലൂകാശത്തിൻ്റെ വിവിധ പദ്ധതികൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പുതിയ ഭരണസമിതിയിലെങ്കിലും ഇത്തരം അഴിമതികൾക്കും മറ്റുള്ള പ്രതികരണവും പ്രതിഷേധങ്ങളൊക്കെ പാർട്ടി തലത്തിലും നിങ്ങളുടെ പ്രതിപക്ഷ അംഗങ്ങളുടെ തലത്തിലുണ്ടാവും. അഴിമതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയിട്ടില്ല എന്നുള്ള വാദം തെറ്റാണ്. നിരവധി തവണ അവസാന ഘട്ടങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്നും സമരം നടത്തിയിട്ടുണ്ട്. സമരം നടത്തിയില്ല എന്നുള്ളത് എന്താണ് അത് അനവസരത്തിലുള്ള ഒരു ചോദ്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളെന്ത് ചെയ്യും, അത് അന്ന് കിട്ടിയുള്ള വിവരം അനുസരിച്ച് നടത്തിയുള്ള സമരങ്ങളാണ്. ഒന്ന് ഒരു പെട്ടെന്നുള്ള സമരം നടത്തിയിട്ടുണ്ട്, പിന്നെ ടീം പോസിറ്റീവ് എന്നുള്ള രൂപത്തിലേക്ക് അതും വേറൊരു സമരം നടത്തിയിട്ടുണ്ട്. ഈ സമരങ്ങളൊക്കെ നല്ല രൂപത്തിലേക്കുള്ള സമരങ്ങളായിരുന്നു. അത് തുടർച്ചയായിക്കൊണ്ട് വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, രേഖാമുള്ള പരാതി കൊടുക്കും. ആ പരാതിക്ക് വേണ്ട രൂപത്തിലേക്ക് ശ്രദ്ധയും വേണ്ട രൂപത്തിലേക്ക് പരിഗണന ലഭിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.